ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്നൊരു ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി നമ്മളിവിടെ മാങ്ങ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് മുറിച്ചിടുന്നുണ്ട് ഗായ്സ്. പിന്നെ ഞാൻ നെസ്ലേൻ്റെ മിൽക്ക് മെയ്ഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഗായ്സ്. നല്ല അടിപൊളി മിൽക്ക് മെയ്ഡാണ്. ഇത് നമ്മൾ ആ പൾപ്പ് അടിച്ച് വെച്ചിട്ട് മാങ്ങേൻ്റെ പൾപ്പ്. പിന്നെ നമ്മളൊരു ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. നമ്മളൊരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. നമ്മൾ നല്ലോണം നല്ലോണം ബീറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മൾ അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ഒരു ടിന്ന് വേണമെങ്കിൽ ഒഴിക്കുക ഗൈസ്. നമുക്ക് അത്ര മധുരമൊന്നും വേണ്ട, അതുകൊണ്ട് നമ്മൾ ഇത്രയൊന്നും ഒഴിച്ചിട്ടില്ല. പിന്നെ നമ്മൾ മാങ്ങേൻ്റെ പൾപ്പെല്ലാം ഒട്ടിച്ച് നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ സെറ്റാക്കുന്ന ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഫുള്ള് ഒഴിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ അതിൻ്റെ നടുക്ക് മാങ്ങയെല്ലാം ഇടുന്നുണ്ട്. എന്നുവെച്ചാൽ അതിൻ്റെ മേലെ വീണ്ടും നമ്മളെ ബീറ്റ് ചെയ്ത് വെച്ച ഐസ്ക്രീം ഇടുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ഐസ്ക്രീമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇപ്പം മാംഗോൻ്റെ സീസൺ അല്ലേ ഗൈസ്, അതുകൊണ്ട് തന്നെ നമ്മൾ മാംഗോ ഐസ്ക്രീമാണ് ഇന്ന് ഉണ്ടാക്കിയത്. നമ്മളെ കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ഐസ്ക്രീം ഒരു ക്രൈസ് പോലെ അല്ലേ, അങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഗൈസ് ഇത്. നമ്മൾ മൂടിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ആക്കിയിട്ട് നാളെ എടുക്കാൻ പാടുള്ളൂ, അത്ര അവർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ഗൈസ്. എന്നാലേ നമുക്ക് നമ്മൾ പീടികയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ ഐസ്ക്രീം കിട്ടുകയുള്ളൂ. നമ്മളിത് പിറ്റേ ദിവസമാണ് എടുത്തിട്ടുള്ളത് ഐസ്ക്രീം. നോക്കിയാട്ടെ ഗൈസ്, നമുക്ക് പീടികയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെയുണ്ട് ഐസ്ക്രീം. നിങ്ങൾ എന്തായാലും ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം ഗൈസ്, എന്നാലേ നമ്മുടെ ഐസ്ക്രീം അടിപൊളിയായിട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് ഗൈസ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറഞ്ഞേ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.